ഓഹരി വേണി തകർച്ച, കുത്തനെ ഇടിഞ്ഞു. എന്തോടെ ഓഹരി വേണി ഇടിയുന്നെന്ന് പറഞ്ഞ സിമെന്റ് ഇടത്തില്ല അവര്. ബാഗാനോടം 4 മരണം. അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ. വന്നിട്ടുള്ളേ. ഞാനൊരു അച്ഛനെയും മോനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ അച്ഛനെയും മോനെ പയ്യനെ കൊണ്ടുവന്നല്ലേ? വരാൻ പറ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ വീട്ടിലേന്ന് നിങ്ങളെന്തിനാ അവിടെ വയ്ക്കുന്നത്? 3 വീട്ടിൽ ഇതെന്റെ മോനാണ്. അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അത്യാവശ്യമായിട്ട് ഇവിടൊരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ ഒരു ബന്ധു പെട്ടെന്ന് മരണപ്പെട്ടു. എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുകയാണ്. വൈഫും മക്കളും മോളും എല്ലാം പോയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നിങ്ങളോട് പിള്ളയോട് പറഞ്ഞതനുസരിച്ച് പയ്യനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ പയ്യൻ അല്ലേ? അത് അച്ഛനാണോ? അതെ അതെ, അച്ഛനാ അല്ലേ? അപ്പം മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഹോം ഡെലിവറി. ഡോക്ടറാ അല്ലയോ? വീട്ടിൽ തന്നെ പ്രസവം എടുക്കുന്ന ഡോക്ടർ. പണ്ടൊക്കെ പതിച്ചുമാരായിരുന്നു പ്രസവം എടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി എത്രയോ പെൺകുട്ടികൾ വഴി കിടന്ന് പ്രസവിച്ച്. ഇതൊരു നാണക്കേടാ. ഈ വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്ന ഡോക്ടർമാരുണ്ടായത് ഏറ്റവും നല്ലത്. ഇത് പണ്ട് കാലം മുതലേ ഉണ്ടാവേണ്ടതായിരുന്നു. ഏത് ഹോസ്പിറ്റലിലാ മോൻ ജോലി ചെയ്യുന്നത്? ഹോസ്പിറ്റലിലല്ല, ഡെലിവറി, ഹോം ഡെലിവറി, ഹോട്ടൽ കാറ്ററിംഗ് സർവീസ്. അറിയുന്നില്ല. ആഹാരം കൊണ്ടുവന്ന് വീട്ടുകളിൽ കൊടുക്കുന്ന ജോലിയോ? എന്റെ മോള് പാസ്സായത് ഇംഗ്ലീഷ്, മലയാളം. ഓരോരോ സ്കൂളുകാരും സാംസ്കാരിക രാഷ്ട്രീയ സംഘടനക്കാരും വിളിച്ച് സ്വീകരണം വരെ കൊടുത്ത പെൺകുട്ടിയാ. ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നവനെ കൊണ്ട് താൻ വന്നിരിക്കുന്ന തന്റെ മുട്ടുകാരെ ആക്ഷേപിക്കുന്നുണ്ട്.